ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും തിരുവാതിര ദിന ആശംസകൾ. ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് പേരുടെ മെസ്സേജസ് ഉണ്ടായിരുന്നു. വിനി ഇന്നലെ ഉച്ച മുതൽ തുടങ്ങും, ഇന്ന് രാവിലെ 10:30 മണി വരേക്കേ ഉള്ളൂ തിരുവാതിര, എന്താ ചെയ്യേണ്ടത്, ഇന്നലെ മുതൽ എടുക്കണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചു. അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇന്നാണ് എടുക്കുന്നത് അമ്പലങ്ങളിലേക്ക്, അവിടെ എല്ലാവരും അതാണ് ചെയ്യണത്, അമ്മി അതാണ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതാണ് ഫോളോ ചെയ്തത്. വിളക്കൊക്കെ കത്തിച്ചു. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതാപ്പോൾ കൂവ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം ഒരുപാട് വ്ളോഗിൽ ഞാൻ കൂവ പായസം കാണിച്ചിട്ടുണ്ട്. ഞാൻ എന്താണ് പറയുക, കൂവപ്പൊടി കലക്കി പിന്നെ ശർക്കര പാനി ഒന്ന് കലക്കി, അത് കലക്കിയതിന് ശേഷം പിന്നെ കൂവ കലക്കിയതിനെ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കണ സമയത്ത് നമുക്കിങ്ങനെ കട്ടിയായിട്ട് വരും. കൂവ പായസം ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായ കട്ടിയിൽ ഞാൻ എടുക്കാറില്ല. ഈ ഒരു ഗോൾഡൻ തേൻ വീഴുന്ന കൺസിസ്റ്റൻസിയിൽ എടുക്കാൻ നോക്കുക. എന്നിട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്നും കൂടി ഇളക്കുക. ഇളക്കിയിട്ട് നെയ്യ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മുകളിൽ പഴവും കൂടി വെച്ചിട്ട് നമുക്ക് നേദ്യം വിളമ്പാവുന്നതാണ്. അപ്പോൾ കൂവ പായസം, അതേമാതിരി രാവിലെ പഴം, അതേമാതിരി വെറ്റില പിന്നെ എന്താണ് പറയുക, ഇളനീര്, ഇതൊക്കെയാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അങ്ങനെ നേദ്യത്തിനുള്ള സംഭവം ആയിട്ടുണ്ട്. നമ്മൾ ഇതപ്പോൾ ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുപോയി വെക്കുകയാണ്. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു, പൂജയൊക്കെ കഴിഞ്ഞു, നാമങ്ങളൊക്കെ ചൊല്ലി. അത് കഴിഞ്ഞതിന് ശേഷം ഇളനീര്, ഞാൻ നേദ്യത്തിന് വെച്ചിരുന്ന ഇളനീര് തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇളനീരും കുടിച്ചു. ഇളനീര് കുടിച്ചു കഴിഞ്ഞ് നാമം ചൊല്ലി വീണ്ടും. അത് നാമം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ആണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ തുടങ്ങിയത്. ഹാപ്പി തിരുവാതിര എവ്രിബാഡി, ഹാപ്പി തിരുവാതിര മക്കളെ. എല്ലാവരും നോൽമ്പൊക്കെ എടുത്തിരിക്കുകയായിരിക്കും. വീണ്ടും കൂവ പായസം കാണിച്ചിട്ടുണ്ട്, ഉണ്ടാക്കാൻ മറക്കരുത്. എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഫുൾ ഡേ ഇത് മാത്രം കഴിച്ച് ജീവിക്കാൻ എനിക്ക്. മക്കൾക്ക് പഞ്ചസാരയും കൊണ്ടാണ് ഇഷ്ടം, ഇനി അതുണ്ടാക്കണം. അവർ ഈ ശർക്കര കഴിക്കില്ല. എനിക്കെല്ലാം ഇഷ്ടം. ഇനി ആദ്യം പോയിട്ട് പുഴുക്കുണ്ടാക്കണം. ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കണ്ട വിചാരിച്ചു. ഗോതമ്പ് ദോശയും പുഴുക്കും. രാവിലെ ഇതായല്ലോ. ഇനി ഒരു മറ്റേ ഇളനീര് കുടിച്ചു. ഇളനീരിൻ്റെ വെള്ളം നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ ഇതപ്പോൾ ഇത് കഴിക്കുക. ഒരു പഴവും കൂടി കഴിച്ചാൽ രാവിലത്തെ കഴിഞ്ഞു. ഉച്ചയ്ക്ക് വെറുതെ കഞ്ഞി വെച്ചാൽ ബാക്കിയാവും. വെറ്റിലയൊന്നും ഇപ്പോൾ ബാൻഡാണ് ദുബായിൽ. വെറ്റിലയ്ക്ക് പകരം വെറ്റില പോലെ തോന്നിക്കുന്നതാണ് കിട്ടണത്. വായ മുഴുവൻ പൊള്ളുക. അതുകൊണ്ട് വെറ്റിലയ്ക്കൊന്നും നിന്നില്ല ഇപ്രാവശ്യം. പിന്നെ കണ്ണേറ്റിന് നേരത്തെ പോകണമായിരുന്നു. അതുകൊണ്ട് ചടങ്ങുകളൊക്കെ നേരത്തെ തന്നെ തീർത്തു. അമേസിങ്, സൂപ്പർ. അപ്പോൾ വൺസ് അഗൈൻ എല്ലാവർക്കും തിരുവാതിര ആശംസകൾ. നാളെ കാണാം.